ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 90-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ത്രിതല സ്വർഗത്തെ പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വർഗത്തിലെ ദൂതഗണങ്ങളെ പറ്റി അല്പമായിട്ട് ക്ലാസ് എടുക്കാൻ സാധിച്ചു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആ ത്രിതല സ്വർഗത്തിന്റെ ഭാഗത്തിന്റെ സമാപനമാണ്. തുടർന്ന് കർത്താവിന്റെ വരവിനെ പറ്റിയുള്ളതായ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. 24 മൂപ്പന്മാർ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഈ 24 മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ 24 രാജാക്കന്മാരാണ്. കാരണം അവർ രാജാക്കന്മാരെന്നുള്ള തെളിവ് അവർക്ക് കിരീടമുണ്ട്. കിരീടം ഉള്ളതിനാൽ അവർ രാജാക്കന്മാരാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ നീ മാത്രമെന്ന് അവർ പറഞ്ഞ് കിരീടങ്ങളെ അവർ താഴെ വെച്ചു. നമ്മുടെ ആരാധനയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റമൊക്കെ വന്നാൽ നന്നായിരിക്കും. കാരണം ആ 24 മൂപ്പന്മാർ വീണ് അവനെ നമസ്കരിച്ചു. അവരുടെ ഔദ്യോഗിക പദവികൾ ആരാധന മധ്യേ അവർ മാറ്റിവെച്ചു. വെളിപ്പാട് 5:14 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. മൂപ്പന്മാരുടെ വസ്ത്രം നോക്കാം. വെളിപ്പാട് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുൻപാകെ അവർ ആയിരിക്കുന്നു. മഹാദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ കയ്യിൽ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്തത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞിരിക്കുന്നു. പാത്രം, അതിൽ നമ്മുടെ പ്രാർത്ഥന ഒരു പൊൻകലശത്തിൽ ചെന്ന് ധൂപവർഗമിട്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ ഈ പ്രാർത്ഥനയാകുന്ന ധൂപകലശം ദൈവത്തിന്റെ പാദപീഠത്തിൽ വയ്ക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എവിടെ ചെല്ലുന്നു? സ്വർഗത്തിൽ ചെല്ലുന്നു. മൂപ്പന്മാരുടെ കയ്യില് ആ വിലപ്പെട്ട പൊൻകലശത്തിൽ ഈ പ്രാർത്ഥനകളെല്ലാം ആക്കി. ആ പ്രാർത്ഥനയ്ക്കൊരു സൗരഭ്യവാസന ഉണ്ടാകുന്നതിന് വേണ്ടി ധൂപവർഗം കൂടെ നിറച്ചാണ് ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുന്നത്. എന്തുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥന മറുപടി ലഭിക്കാതെ പോകുന്നു? പല കാരണങ്ങൾ കാണും. അതെല്ലാം വിവരിക്കുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ നമ്മുടെ ഹൃദയം തകർന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളാകുന്ന പ്രാർത്ഥനകൾ നാവുകൊണ്ട് ചലിപ്പിക്കുന്നതല്ല. ജീവിതത്തിന്റെ വേദനകളും ഭാരങ്ങളും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെന്നാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മളന്നേരം ഈ 24 മൂപ്പന്മാരുടെ ആരാധനയുടെ ചെറിയ ഭാഗം കണ്ടല്ലോ.
ഇനി അഞ്ചാമതൊരു കൂട്ടം ദൂതരുണ്ട്. അവരെ സറാഫുകൾ എന്നാ പറയുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. സറാഫുകൾ, അവർക്ക് 6 ചിറക് വീതമുണ്ട്. 2 കൊണ്ട് അവർ മുഖം മൂടുന്നു, 2 കൊണ്ട് പാദങ്ങൾ മൂടുന്നു, 2 കൊണ്ട് പറന്നു നിൽക്കുന്നു. അവർ മഹാദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ബഹുമാനാർത്ഥം മുഖം മൂടിക്കൊണ്ട് അവരാരാധിക്കുന്നു. അവരുടെ ആരാധന അവൻ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഒരുത്തനോടെ അല്ലെങ്കിൽ ഒരു സാറാഫ് മറ്റേ സാറാഫിനോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവന് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വലിയ സങ്കടകരമായ കാര്യമാണ്. പല സ്ഥലങ്ങളില് 3 മണിക്കൂർ കാണും, 10 മണിക്ക് തുടങ്ങും, 1 മണിക്ക് കഴിയും. എന്നാൽ ഭക്തരായിരിക്കുന്ന ആളുകൾ 10 മണിക്ക് മുമ്പേ ആരാധനാലയത്തിൽ എത്തിച്ചേരും. വേറൊരു കൂട്ടരെ ഒരു 10:30 പതുക്കെ വരും. ആരാധന തീരുന്നതിന് മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പേ അവരെ പതുക്കെ അവർ പുറത്തോട്ട് പോകുന്നു. നമ്മുടെ ആരാധനയില് വളരെ സങ്കടം തോന്നിപ്പോകും. അലക്ഷ്യ മനോഭാവത്തോടുകൂടി കൈയടിക്കാത്തവരായി, പാട്ടുപാടാത്തവരായി, വെറുതെ അവരുടെ അംഗത്വം ഉണ്ടെന്ന് മാത്രം തെളിയിക്കുന്ന ധാരാളം പേരെ കാണാൻ സാധിക്കും. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പലപ്പോഴും പലയിടത്തും പരാജയപ്പെട്ടിരിക്കുന്നത്. ആരാധന ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ശരിയാവണ്ണം ഹൃദയത്തിൽ നിന്ന് നാം ആരാധിച്ചു തുടങ്ങിക്കേ, നമ്മുടെ ആരാധനയ്ക്ക് വലിയ മാറ്റം വരും. നമുക്കൊരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ആരാധനയിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ കാര്യം പറയുന്നത് ഈ ദൂതന്മാരുടെ ആരാധന ഞാൻ പഠിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ആരാധനയുടെ വലിയ ശക്തി വെളിപ്പെടുവാൻ സാധിക്കുന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ടൈം ടേബിളൊക്കെ ഒന്ന് മാറ്റുക, നമ്മുടെ വ്യവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി തുടർന്നുള്ള കാലങ്ങളിൽ ഒന്ന് ആരാധിച്ചു നോക്കിക്കേ. ആരാധിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, മഹാദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥന ഒരു സ്വർണ്ണ കലശത്തിനകത്തെ ധൂപവർഗമിട്ട് മഹാദൈവത്തിന്റെ പാദപീഠത്തിൽ ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് ഇതിനു വേണ്ടി സമർപ്പണം ആവശ്യമായിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി, പോകുവാൻ നമ്മളെ ഒരുങ്ങുക. കൈവിടപ്പെട്ടു പോകരുതേ, വലിയ നഷ്ടമായിരിക്കും. ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായി ശക്തമായ ഉണർവുണ്ടാകുന്നു. 1000 10,000 അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നിങ്ങളും ഒരംഗമാകുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.